നമസ്കാരം. ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മാൾ, പട്ടം SUT ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ്. ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പല പ്രാവശ്യം സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ ജനങ്ങളിൽ എല്ലാവരിലും തന്നെ എത്താൻ വേണ്ടി ഞാൻ വീണ്ടും അതിനെപ്പറ്റി സംസാരിക്കുകയാണ്. ഞാൻ സംസാരിക്കുന്നത് കൗമാരപ്രായക്കാരായ കുട്ടികൾക്കുള്ള ക്യാൻസർ തടയാനുള്ള വാക്സിനെ പറ്റിയാണ്. നമുക്ക് പലതരം വാക്സിൻ ചെറുപ്രായത്തിൽ കുഞ്ഞായിരിക്കുമ്പോൾ തുടങ്ങി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. കൗമാരപ്രായത്തിൽ എത്തുന്നിടം വരെ 15 വയസ്സ് വരെ അവർക്കായിട്ട് പലതരത്തിലുള്ള വാക്സിനേഷനുണ്ട്. പക്ഷേ ഈ വാക്സിൻ, അതിൻ്റെ പേര് HPV വാക്സിൻ എന്നാണ്. ഈ HPV വാക്സിൻ ഭാവിയിൽ വരാവുന്ന മാരകമായ ഒരു ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള വാക്സിനാണ്. നമ്മൾക്ക് ഇത് ആൺകുട്ടികൾക്കാണോ പെൺകുട്ടികൾക്കാണോ കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പെൺകുട്ടികൾക്കാണ്. പക്ഷേ ആൺകുട്ടികൾക്കും ഇത് ആവശ്യമാണ്. ഇത് എന്തിനു വേണ്ടിയുള്ള വാക്സിനാണ്? ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് പല രീതിയിലുള്ള ക്യാൻസറുകൾക്കും കാരണമായിട്ടുള്ളത് ഒരു ഹ്യൂമൻ പാപ്പിലോമ വൈറസാണ്. ഇത് എന്തുതരം ക്യാൻസറുകളാണ് ഉണ്ടാക്കുന്നത്? അതൊരു 90% കൂടുതൽ സെർവൈക്കൽ ക്യാൻസർ, അതായത് ഗർഭാശയ മുഖത്തെ ക്യാൻസർ ഉണ്ടാക്കുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസാണ്. അതല്ലാതെ സ്ത്രീകളുടെ തന്നെ യോനി ഭാഗത്ത്, യോനിയുടെ പുറത്തുള്ള തൊലിയിൽ, പിന്നെ വായ്ക്കകത്ത്, അന്നനാളത്തിൽ ഒക്കെ ഉണ്ടാവുന്ന ക്യാൻസർ ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വഴി ഉണ്ടാകാം. ആൺകുട്ടികൾക്കാണെങ്കിലും വായിലും തൊണ്ടയിലുമുള്ള ക്യാൻസർ, അവരുടെ ജനനേന്ദ്രിയത്തിലുള്ള ക്യാൻസർ, പെനിസിലുള്ള ക്യാൻസർ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മലദ്വാരത്തിന് ചുറ്റുമുള്ള ക്യാൻസർ, ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസാണ്. അപ്പോൾ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് സാധാരണഗതിയിൽ ധാരാളമായി കാണുന്നൊരു വൈറസാണ്. ഏകദേശം 200 ടൈപ്പ് ഓഫ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, തരത്തിലുള്ള ഹ്യൂമൻ പാപ്പിലോമ വൈറസുകൾ ഉണ്ട്. അതിൽ ചിലത് മാത്രമേ ക്യാൻസർ ഉണ്ടാക്കുന്നുള്ളൂ. ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന പേര് വന്നത് തന്നെ പാപ്പിലോമ അഥവാ അരിമ്പാറ ഉണ്ടാക്കുന്ന വൈറസ് ആയതുകൊണ്ടാണ്. പക്ഷേ അത് ക്യാൻസർ അല്ലാത്ത ഒന്നാണ് അരിമ്പാറ. പക്ഷേ ചില പ്രത്യേക തരത്തിലുള്ള ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, നമ്മൾ പറയും 16, 18, 31, 33, അങ്ങനെ ഒരു പ്രധാനമായിട്ടും ഒരു 10-12 തരത്തിലുള്ള വൈറസുകളുണ്ട് ക്യാൻസർ ഉണ്ടാക്കുന്നവ. അപ്പോൾ ഇതിനെയെല്ലാം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഒരു വാക്സിൻ ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. ഭാരതത്തിലെ ഗവൺമെൻറ് തന്നെ, സർക്കാർ തന്നെ ഇത് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പൊതുജനങ്ങളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഭാരതത്തിൽ ഈ വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മൾ അത് ആർക്ക് കൊടുക്കണം എന്ന് ചോദിച്ചാൽ, പെൺകുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ 9 തൊട്ട് 14 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കാണ് ഇത് കൊടുക്കേണ്ടത്. കാരണം ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഒരാൾക്ക് കിട്ടുന്നത് ലൈംഗിക ബന്ധത്തിലൂടെയാണ്. അപ്പോൾ ലൈംഗിക ബന്ധത്തിൽ സാധാരണഗതിയിൽ തന്നെ കല്യാണം കഴിച്ച് ഒരാളുമായിട്ട് മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ വരാം. പക്ഷേ വന്നു കഴിഞ്ഞാൽ അത് 90% പേർക്കും ആ വൈറസ് ക്ലിയർ ചെയ്യും. ബാക്കി ഒരു 10% പേരിൽ മാത്രമേ ആ വൈറസ് ഇരിക്കുകയുള്ളൂ. അത് ഇരുന്നാൽ തന്നെ അതിനകത്ത് കോശങ്ങളിൽ വ്യതിയാനമുണ്ടാക്കി ക്യാൻസർ ഉണ്ടാകാൻ 10-15 വർഷമെടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ കൊടുക്കേണ്ടത് പ്രാഥമികമായും 9 തൊട്ട് 15 വയസ്സ് വരെയുള്ള നമ്മുടെ കുട്ടികൾക്കാണ്, അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് വളരെ മുമ്പ് തന്നെ. പക്ഷേ ഭാരതമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്യാൻസർ സർവിക്സ് രോഗികളുള്ള രാജ്യം എന്ന നിലയ്ക്ക് ഭാരതത്തിൽ 26 വയസ്സ് വരെയും കല്യാണം കഴിക്കുന്നതിന് മുമ്പാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഈ വാക്സിൻ എടുക്കാം. ഏറ്റവും കൂടുതൽ പ്രയോജനം 9 തൊട്ട് 14 വയസ്സ് വരെ കൊടുക്കുമ്പോഴാണെന്ന് മാത്രം. അപ്പോൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ വരാവുന്ന ഒരു മാരകമായ ക്യാൻസറിൽ നിന്ന് അവർക്ക് രക്ഷ നേടാം. 9 തൊട്ട് 14 വയസ്സ് വരെ അവർക്ക് ഇപ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് 2 ഡോസാണ്. 14 വയസ്സ് കഴിഞ്ഞുള്ളവർക്ക് നമ്മൾ 3 ഡോസും പറയുന്നുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് വരുന്നത് ചിലപ്പോൾ 1 ഡോസിലും നിർത്താം എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ
20 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും 2 ഡോസ് കൊടുക്കുക. ആദ്യത്തെ ഒരു ഡോസ് കൊടുത്ത് 6 മാസം കഴിയുമ്പോൾ അടുത്ത ഡോസ്. 26 വയസ്സ് വരെയുള്ളവർക്കാണെങ്കിൽ 3 ഡോസും എടുക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അച്ഛനും അമ്മയുടെയും സംരക്ഷണം ഇല്ലാതിരിക്കുന്ന ഒരു കാലത്ത് അവരൊക്കെ പ്രായമായി കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ക്യാൻസർ വരാതെ ഈ വാക്സിൻ അവരെ രക്ഷിക്കും. ഇത് കേൾക്കുന്ന എല്ലാ അച്ഛനമ്മമാരും അവരവരുടെ പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഈ വാക്സിൻ ഡോക്ടറുടെ ഉപദേശപ്രകാരം എടുപ്പിക്കേണ്ടതാണ്. നന്ദി, നമസ്കാരം.